എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിനീസ് ടേസ്റ്റി കോർണർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് ഫിഷാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫിഷ് ഫില്ലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നൈൽ ഫിഷാണ്. നമുക്ക് ഏത് ഫിഷ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഫില്ലറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ഫിഷ് വെച്ചും ഇതുപോലെ ചെയ്യാം. ഒരു 1/2 kg അടുത്തുണ്ടാവും. കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ആദ്യം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഫിഷിലേക്ക് നമുക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിക്ക് പകരം നമുക്ക് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം സ്പൈസി അല്ല, സ്പൈസ് കുറവാണ്. ഇനി ഇതിലോട്ട് അടുത്തതായിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് റിഫൈൻഡ് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ ഫിഷാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോഴാണ് നമ്മുടെ ഫിഷിലെല്ലാം മസാലയെല്ലാം പിടിച്ചു വരുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫില്ലറ്റ് ആയതുകൊണ്ട് ഒരു 15 മുതൽ ഒരു 30 മിനിറ്റ്സ് വരെ നമുക്കിത് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. ഇത് ഗ്രിൽ പാനാണ്. നമുക്ക് ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ പാനിൽ ഇത് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒലിവ് ഓയിലിന് പകരം ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഗ്രിൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളൊന്ന് പതുക്കെ ശ്രദ്ധിച്ച് വേണം തിരിച്ചിടാനായിട്ട്. ഫിഷ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ടേൺ ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ ടേൺ ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് അടുത്ത സൈഡ് കൂടെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫിഷ് എല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഫില്ലറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രില്ലായി വരും. ഇപ്പം നമ്മുടെ ഫിഷ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാം മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ഒലിവ് ഓയിലിന് പകരം ബട്ടറും ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 2-3 ഗാർലിക് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസിന് ഒരു ഫ്ലേവർ കിട്ടും. ഗാർലിക് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞതാണ്. അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് എടുക്കാം. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ക്യാപ്സിക്കമാണ് ആഡ് ചെയ്തത്. ഇത് നല്ലപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് റെഡ് ക്യാപ്സിക്കും യെല്ലോ ക്യാപ്സിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ബീൻസ് ആഡ് ചെയ്യാം, കുക്കുംബർ, ബ്രക്കോളി എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത്
വളരെ ടേസ്റ്റിയാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മളധികം ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് വളരെ ഹെൽത്തിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.